السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا. صدق الله مولانا العظيم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ജമാദുൽ അവ്വൽ മാസത്തിലെ 12ാമത്തെ ദിവസത്തിലാണ് വെള്ളിയാഴ്ചയുടെ അനുഗ്രഹീതമായ സമയത്ത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇതുപോലെ നാളെ സ്വർഗലോകത്തും ഒരുമിച്ച് കൂടുവാൻ അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെയൊക്കെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രാഇന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തരുത് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. തീർച്ചയായും അവർക്കുള്ള ഭക്ഷണം നൽകുന്നതും നിങ്ങൾക്ക് നൽകുന്നതും നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. തീർച്ചയായും ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊലപ്പെടുത്തുക എന്നുള്ളത് അത് അതിഭീകരമായ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഉത്ബോധിപ്പിക്കുകയും ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നവംബർ 15 നവംബർ 14 ദേശീയാടിസ്ഥാനത്തിൽ ശിശുദിനമായി ആചരിച്ചിരുന്നു. ഇനി നവംബർ 20 ആഗോളതലത്തിൽ ശിശുദിനമായി ആചരിക്കാനിരിക്കുകയാണ്. 1959 മുതൽ ശിശുക്കൾക്ക് വേണ്ടിയുള്ള അവകാശ സംരക്ഷണത്തിന്റെ പ്രഖ്യാപനം നടക്കുകയും 1989 നവംബർ 20 മുതൽ ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേകമായി ആഗോള ശിശുദിനമായി ആചരിക്കാൻ വേണ്ടി പറയുകയും അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ വെച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയും അവകാശ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ അനേകം പരിശ്രമങ്ങൾ നടക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ ദിനാചരണം എന്ന് പറയുന്നത്. നവംബർ 20 ശിശുദിനമായി ആചരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ശിശുദിനം ആചരിക്കുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. അപ്രകാരം തന്നെ ആ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. കുട്ടികൾക്കിടയിൽ സഹവർത്തിത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കാര്യങ്ങളെയൊക്കെ കൃത്യമായി നാം അപഗ്രഥിക്കുമ്പോൾ
കുട്ടികളുടെ അവകാശങ്ങളെ ഉറപ്പുവരുത്തണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്? 1989 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അടിസ്ഥാനമായി 4 അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി കുട്ടികൾക്ക് ജീവിക്കുവാനുള്ള അവകാശം വളരെ പ്രധാനമാണ്. രണ്ടാമതായി പറയുന്നു കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനുള്ള അവകാശം. അപ്രകാരം തന്നെ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ മാർഗത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശം. ഈ 4 അവകാശങ്ങളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇതിൽ പ്രഥമവും പ്രധാനവുമായത് ജീവിക്കുവാനുള്ള അവകാശം. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇസ്രാഇന്റെ 31-ാമത്തെ ആയത്ത് നാം പഠിക്കേണ്ടത്. ഇന്ന് ആഗോളതലത്തിൽ ശിശുദിനം ആചരിക്കുമ്പോഴൊക്കെ കുട്ടികൾ ജനിച്ചതിന് ശേഷമുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നുവെങ്കിൽ, അവർ ജനിച്ചതിന് ശേഷം അവർക്ക് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നുവെങ്കിൽ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ജനിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചും ജീവിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ മാതൃകയോടുകൂടി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നുണ്ട്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാക്. ഈ കാലയളവിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ശിശുദിനം കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് എന്നുള്ളത്. അള്ളാഹുവിന്റെ തിരുദൂതർ വളരെ കൃത്യമായി പറയും. ഇന്ന് ഗർഭഛിദ്രം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും അബോർഷൻ എന്നുള്ളത് ഒരു വിഷയമേ ഇല്ല. എന്തിനു വേണ്ടിയാണ് ഇവിടെ ജനിക്കുവാനുള്ള അവകാശം കുട്ടികൾക്ക് നിഷേധിക്കുന്നത്? തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത പുതുതലമുറക്ക് മക്കളുണ്ടാകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ദുഷിച്ച ചിന്ത അവരിൽ ഉണ്ടാകുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ കാരണമാകുന്നത്. അപ്രകാരം തന്നെ അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഈ കുഞ്ഞുങ്ങൾ തടസ്സമാകുമോ എന്നുള്ള ചിന്തയാണ് അവരെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വളരെ കൃത്യമായി ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ വിശ്വസ്തനായ ഒരു ഡോക്ടർ, നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രയാസമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിന് വലിയ അപകടമുണ്ടാകും എന്ന് കൃത്യമായി വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് അതിൽ പ്രിയപ്പെട്ടവരെ കഴമ്പുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴല്ലാതെ അബോർഷൻ നടത്തുക എന്നുള്ളത് കഠിനമായ നിഷിദ്ധമായ കാര്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയും, കുട്ടികൾക്ക് ജനിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അപ്രകാരം തന്നെ അവർക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അവർ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഈ ശിശുദിനം ആചരിക്കുന്ന കാലയളവിൽ നമ്മളൊക്കെ വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഫലസ്തീനിലേക്ക് നിങ്ങൾ നോക്കൂ. പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ക്രൂരമായി കൊലപാതകത്തിനിരയായി കൊണ്ടിരിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത, ദയയില്ലാത്ത ഇസ്രയേലിലെ പട്ടാളക്കാർക്ക് മുന്നിൽ യാചിക്കാൻ പോലും കരയാൻ പോലും കഴിയാതെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുമ്പോ ആഗോളാടിസ്ഥാനത്തിൽ ഈ ശിശുദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്ത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടിയിലധികം കുഞ്ഞുങ്ങൾ പരിക്കുകൾ പറ്റി, കൈകാലുകളില്ലാതെ, ശരീരത്തിന് മുറിവുകൾ ഉണ്ടായി അവർ അർദ്ധശവമായി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം. ഈ ആഗോളാടിസ്ഥാനത്തിൽ ശിശുദിനം ആചരിക്കുമ്പോൾ ഈ മക്കളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്രകാരം തന്നെ ഒരുപാട് മക്കൾ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുകയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ഭക്ഷണത്തിനുള്ള അവകാശത്തെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന പറയുമ്പോൾ, ശിശുദിനത്തിൽ അതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ
യാചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ, അവരിലേക്ക് റൊട്ടിക്കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുമ്പോ അതിനുവേണ്ടി പരസ്പരം മടിപിടി കൂടുന്ന കാഴ്ചകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് അവർ പുല്ല് പറിച്ച് അവരുടെ ദാഹം മാറ്റാൻ, അവരെ വിശപ്പ് മാറ്റാൻ അവർ കഷ്ടപ്പെടുമ്പോ നമ്മൾ ആലോചിക്കണം, നമുക്ക് ചുറ്റുമുള്ള ഈ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന്. അപ്രകാരം തന്നെ പട്ടിണി മൂലം മരണപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങളുടെ കണക്കാണ് ലോകത്ത് ദിവസവും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച്, അവർക്കുള്ള ഭക്ഷണത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ശിശുദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് പറയുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം. ഫലസ്തീനിലെ മക്കൾക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുഞ്ഞു മക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിരോധാഭാസമാണ് ഇക്കാലയളവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ ഇസ്ലാം യുദ്ധമുഖത്ത് പോലും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച മാതൃകയുള്ള മാർഗമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയ വലാ തിഫ്ലൻ സഗീറ വലാ ഇംറഅ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ യുദ്ധമുഖത്താണെങ്കിലും പ്രായമേറിയ ആളുകളെ നിങ്ങൾ കൊലപ്പെടുത്തരുത്. അവരോട് കരുണ ചെയ്യണം, ദയ കാണിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ ഒരിക്കലും അപകടപ്പെടുത്തരുത്. വലാ തിഫ്ലൻ സഗീറ, ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ യുദ്ധമുഖത്ത് പോലും നിങ്ങൾ കൊലപ്പെടുത്തരുത്. വലാ ഇംറഅ, സ്ത്രീകളെയും നിങ്ങൾ കൊലപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്നത്, ഫലസ്തീനിൽ പാവപ്പെട്ട മക്കൾ അവരുടെ പിതാക്കന്മാരുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി അവർ ഭിക്ഷയാചിക്കുമ്പോ, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോ ആ കുഞ്ഞുമക്കളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്താൻ ഇസ്രായേലിലെ കണ്ണിൽ ചോരയില്ലാത്ത പട്ടാളക്കാര് വരുമ്പോ അവരുടെ പിതാക്കൾ പറയുന്നുണ്ട്, ആ മക്കളെ പുറകിൽ ഒളിപ്പിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ നെഞ്ചിലേക്ക് വെടിവെച്ചോ. ഈ കുരുന്ന് ഹൃദയത്തിലേക്ക് വേദനയുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞിന്റെ ജീവൻ അപകടപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന് പറയുമ്പോ ആ പട്ടാളക്കാർ ഈ പിതാവിനെയല്ല ലക്ഷ്യമാക്കുന്നത്, അവർ പുറകോട്ട് വന്ന് ഈ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, ലാ തഖ്തുലൂ, നിങ്ങൾ യുദ്ധമുഖത്ത് പോലും കൊലപ്പെടുത്തരുത് ശൈഖൻ ഫാനിയ, പ്രായമുള്ള ആളുകളെ, വലാ തിഫ്ലൻ സഗീറ, ചെറിയ കുട്ടികളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഈ ശിശുദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചു പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ആ മക്കളുടെ ജീവിക്കുവാനുള്ള അവകാശം, അപ്രകാരം തന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള അവകാശം, അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള അവകാശം, ഇത് വകവെച്ച് കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ വളരെ കൃത്യമായി ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. മക്കളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്നത് അവരുടെ മാതൃ സംരക്ഷണമാണ്. അവരുടെ മാതാവിന്റെ പരിപാലനവും പരിപാലനയും ഏറ്റുകൊണ്ടവർ വളർന്നു വരണം. ചെറുപ്പത്തിലെ മാതാവിൽ നിന്ന് അകറ്റുന്ന സ്വഭാവം ഉണ്ടാകരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. മക്കളിൽ നീതിബോധത്തോടുകൂടി വർത്തിക്കണം. മക്കൾക്കിടയിൽ അനീതിയുടെ വഴികൾ തുറക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, നിങ്ങൾ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ആദ്യത്തെ 7 വർഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞുമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ അവരുടെ അവകാശ സംരക്ഷണം ഓരോ കാലഗണനക്കനുസരിച്ച്, പ്രായത്തിനനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ 7 വർഷം നിങ്ങൾ അവരോടൊപ്പം കളിക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ അവിടുത്തെ പേരക്കുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു. ആ പേരക്കുട്ടികൾ വല്ലിപ്പയുടെ കൂടെ കളിക്കുമ്പോ ആ വല്ലിപ്പ, ലോകത്തിന്റെ പ്രവാചകൻ, കുനിഞ്ഞിരുന്നു കൊടുക്കും. പേരക്കുട്ടികൾ അവിടുത്തെ പെരടിയിൽ കയറിയിരിക്കും, അവിടുത്തെ ശരീരഭാഗത്ത് കയറിയിരിക്കും. അള്ളാഹുവിന്റെ തിരുദൂതർ മുട്ടുകുത്തി നടക്കും. എന്നിട്ട് പറയും മക്കളോട്, നിങ്ങളുടെ വാഹനം
എത്ര മനോഹരമാണല്ലേ! ആ മക്കളോടൊപ്പം കളിക്കാൻ മുന്നോട്ട് വന്നിരുന്ന ലോകത്തിന്റെ നായകരെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് പല വീടുകളിലും മക്കൾക്ക് ആ ഒരു സമയത്ത് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും ഇല്ലാതെയാവുകയും ആ മക്കൾക്ക് പകരം ക്രൂരതയുടെ മനോഭാവം വളർത്തിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് എന്ന് വേദനാജനകമായ വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, മൻ കാന ലഹു സബിയ്യുൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ ഫല്യതസാബാ ലഹു, അവരോട് കുട്ടിത്വത്തോടുകൂടി വർത്തിക്കണം. കുട്ടികളോട് പെരുമാറേണ്ടത് നിങ്ങൾ ഓഫീസിൽ വർത്തിക്കുന്നത് പോലെയല്ല, തൊഴിൽ മേഖലയിൽ നിങ്ങൾ പെരുമാറുന്നത് പോലെയല്ല, മുതിർന്നവരോട് സംസാരിക്കുന്നത് പോലെയല്ല. ആ കുട്ടികളോട് നിങ്ങൾ അവരുടെ മനസ്സിന് ആനന്ദം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറണം. അതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നത്. കുട്ടികളുടെ ആ നിഷ്കളങ്കമായ മനസ്സിനോട് ആ നിഷ്കളങ്കമായ അവസ്ഥയിൽ തന്നെ നിങ്ങൾ പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി തങ്ങൾ പിന്നെ പറയുന്നുണ്ട്, വഅദ്ദിബുഹും സബ്ആ, പിന്നെയുള്ള 7 വർഷം നിങ്ങൾ അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാ പറഞ്ഞത്, മുറു ഔലാദകും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാഹ്, നിസ്കാരം കൊണ്ട്, വഹും അബ്നാഉ സബ്അ, 7 വയസ്സ് മുതൽ അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ മര്യാദയോടുകൂടി ജീവിതക്രമം ഒരുക്കാൻ വേണ്ടിയുള്ള വഴികൾ നിങ്ങൾ തുറന്നു കൊടുക്കണമെന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പിന്നെയുള്ള 7 വർഷത്തെ കുറിച്ച് പറയുന്നുണ്ട്, വസാഹിബുഹും സബ്ആ, പിന്നെ നിങ്ങൾ അവരോടൊപ്പം സഹവസിക്കണം. കൂട്ടുകാരെ പോലെ ആ കൗമാരത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അവരോടൊപ്പം നിങ്ങൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാകുമ്പോൾ നിങ്ങളോടായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ പങ്കുവെക്കുന്നത്, അവരുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നത്. അതിന് വിരുദ്ധമായി രക്ഷിതാക്കൾ ശത്രുക്കളെ പോലെ കൗമാരപ്രായക്കാരെ കാണുമ്പോഴാണ് അവരുടെ കൂട്ടുകാർ മറ്റു ചില കൂട്ടുകാരാകുന്നു. അവർ അധർമ്മകാരികളാകുമ്പോൾ ഇവരിലേക്കും അധർമ്മത്തിന്റെ മാലിന്യങ്ങൾ തെറിക്കുന്നു. ദുസ്വഭാവത്തിന്റെ ദുർനടപടിയുടെ ആളുകളായി ഈ പ്രകൃതിക്ക് പോലും ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന തലമുറയായി അകപ്പൊലിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഇത്തരുണത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആ മക്കളോട് എങ്ങനെയാണ് ഓരോ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, മക്കളോട് നീതിയോടെ വർത്തിക്കണം. ഒരിക്കൽ മഹാനായ സഹാബി ബഷീർ റളിയല്ലാഹു തആല അവിടുത്തെ പൊന്നുമോൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ആ സന്ദർഭത്തിൽ പിതാവ് മകനെ കുറിച്ച് ഇങ്ങനെ സന്തോഷത്തോടുകൂടി പുണ്യ നബിയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഈ മകനൊരു സഹായം നൽകി, അവന് സന്തോഷം നൽകി എന്നിങ്ങനെ പറയുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ ചോദിക്കുന്നുണ്ട് സഹാബിയായ ആ പ്രമുഖനോട്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന്. ആ മക്കളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ആ മക്കളിൽ നിന്ന് നുഅ്മാൻ എന്ന് പറയുന്ന ഈ മകന് മാത്രമാണോ, മറ്റുള്ള മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ സഹായവും സന്തോഷവും നൽകിയത്? അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ പ്രിയപ്പെട്ടവർ എന്തു പറയുമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഫലാ തുഷ്ഹിദിനി ഇദൻ, അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് എന്നെ സാക്ഷിയാക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഇന്നി ലാ ഉഷ്ഹിദു അലാ ജൗ, ഇങ്ങനെയുള്ള കുറ്റകരമായ കാര്യങ്ങൾ മക്കൾക്കിടയിൽ നീതി ചെയ്യേണ്ടതിന് പകരം അനീതി ചെയ്തിട്ട് അതിന് എന്നെ സാക്ഷിയാക്കുകയാണോ? ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സാക്ഷി നിൽക്കുകയില്ല. മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോടെ വർത്തിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ഇതൊക്കെ ഈ ശിശുദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം. ആ സൂറത്തുൽ ലുഖ്മാനിൽ കുട്ടികളോട് എങ്ങനെയാണ് പടിപടിയായി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് കൃത്യമായി മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മോനെ ഉപദേശിക്കുകയും മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അവകാശമാണ് സദാചാര ബോധത്തിലൂടെ അവർക്ക് വളർന്നു വരാനുള്ള അവകാശം. അതുപോലെ തന്നെ നന്മയുടെ ചുറ്റുപാടുകൾ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അവകാശമാണ്.
ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നത്, മക്കളിലേക്ക് തിന്മ ഉപദേശിക്കുന്ന മാതാപിതാക്കൾ, മക്കളിലേക്ക് തിന്മ ഉപദേശിക്കുന്ന മുതിർന്നവർ. മാതാപിതാക്കൾക്ക് കുടുംബത്തിൽ ആരോടെങ്കിലും പിണക്കമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ അവരോട് മിണ്ടരുത്, നിങ്ങൾ അവരോട് ചിരിക്കുക പോലും ചെയ്യരുത്. ഈ തിന്മ ഉപദേശിക്കുമ്പോ ഈ മക്കൾ വളർന്നു വരുമ്പോ അവർ ചിന്തിക്കുന്നു, തന്റെ മാതാപിതാക്കളും തനിക്ക് ചുറ്റുമുള്ള മുതിർന്ന ആളുകളും തനിക്ക് തിന്മ ഉപദേശിക്കുന്നവരല്ലേ, അതുകൊണ്ട് അവരോടും തിന്മയോടെ വർത്തിക്കാമെന്നുള്ള ചിന്താഗതിയിൽ വളർന്നു വരുന്നു. അവർ ഈ പ്രകൃതിയിൽ തന്നെ ഏറ്റവും വലിയ അപകടകാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? ഇവിടെയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. മഹാനവറുകൾ തന്റെ മോനോട് ഇങ്ങനെ ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിന്റെ 13ാമത്തെ ആയത്ത് മുതൽ മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നി വഹുവ യഇദു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നി വഹുവ യഇദു. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മോനോട് പറയുന്ന സന്ദർഭം ഓർക്കണം നബിയെ, അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. വഹുവ യഇദു, മകന് വഅദ് പറഞ്ഞു കൊടുക്കണം, മകന് നന്മയുടെ ഉപദേശം നൽകുകയും. ഇന്നത്തെ മാതാപിതാക്കളെ പോലെ തിന്മയുടെ ഉപദേശമല്ല, വെറുപ്പുൽപാദിപ്പിക്കുന്ന വർത്തമാനങ്ങളല്ല, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളല്ല. വഹുവ യഇദു, നല്ല ഉപദേശം കൊടുക്കണം. യാ ബുനയ്യ, എത്ര രസകരമായിട്ടാണ് മഹാനവറുകൾ വിളിക്കുന്നത്. സ്നേഹത്തോടുകൂടി മകനെ വിളിച്ചിട്ട് പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒന്നാമതായി നൽകുന്ന ഉപദേശം അതാണ്, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് മോനെ. ഇന്ന ശിർക ലളുൽമുൻ അദീം, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ അക്രമമാണ്. ആ ഒരു മാർഗത്തിലൂടെ നീ സഞ്ചരിക്കരുത്, അങ്ങനെ ഒരു മാർഗത്തിലേക്ക് കടന്നു പോകേണ്ട അവസരം പോലും സിദ്ധിക്കരുത് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഒന്ന്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് രണ്ടാമത് പറയുന്നത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ഉപദേശമാണ്. ആരാണ് മാതാവ്, ആരാണ് പിതാവ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ക്ഷീണങ്ങൾക്ക് മേൽ ക്ഷീണം സഹിച്ച് നിന്നെ ഗർഭം ചുമന്ന നിന്റെ മാതാവ്. ഞാൻ പറയുന്നു, 2 വർഷം മുലപ്പാൽ നൽകി കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ച് പോറ്റി വളർത്തിയ നിന്റെ മാതാവ്. അല്ലാഹു ഒന്നുകൂടി പറയുകയാണ്, അൻഷ്കുർ ലീ, എനിക്ക് നന്ദി ചെയ്യണം. അല്ലാഹുവിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഇങ്ങനെ നന്മയാർന്ന ഉപദേശങ്ങൾ ആ മകന് നൽകുമ്പോൾ ആ മകന് ലഭിക്കേണ്ട ഏറ്റവും വലിയ അവകാശം മകനിലേക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള പാഠങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും. തന്റെ മകനോട് പറയുന്നുണ്ട്, വളരെ മനഃശാസ്ത്ര സമീപനത്തിലൂടെ മകനെ നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നുണ്ട്. മകനോട് പറയുന്നു, മോനെ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് 2 ഉറുമാൻ പഴത്തിന്റെ മരങ്ങൾ നിൽക്കുന്നു, 2ൽ നിന്നും ഓരോ പഴം പറിച്ചു കൊണ്ടുവാ. മകൻ അത്യുത്സാഹത്തോടുകൂടി പിതാവിന്റെ ഉപദേശം സ്വീകരിച്ചു, പറിച്ചു കൊണ്ടുവന്നു, മേശപ്പുറത്ത് വെച്ചു. പിതാവ് പറഞ്ഞു, ഇത് കഴിച്ചു നോക്കൂ. ഒന്നാമത്തേത് കഴിക്കുമ്പോ മകന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു, സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു. പിതാവ് പറഞ്ഞു, നിർത്തൂ, ഇനി ഇപ്പുറത്തേത് കഴിച്ചു നോക്കൂ. അത് കഴിക്കാൻ തുടങ്ങിയപ്പോ മുഖത്ത് പുഞ്ചിരി ഇല്ലാതെയായി. മകന് ദേഷ്യം വരാൻ തുടങ്ങി, മുഖം വല്ലാത്തൊരവസ്ഥയിലായി. പിതാവ് പറഞ്ഞു, നിർത്തൂ, ഈ ഭാവമാറ്റത്തിന് കാരണമെന്താ? മോൻ പറഞ്ഞു, ഇത് ഒന്നാമത്തേത് കഴിക്കുമ്പോ നല്ല മധുരമായിരുന്നു, 2ാമത്തേത് കഴിക്കുമ്പോ ഭയങ്കര കയ്പാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് മധുരമുള്ളതായപ്പോ എനിക്ക് സന്തോഷവും മുഖത്ത് പുഞ്ചിരി, കയ്പേറിയതായപ്പോ എന്റെ മുഖത്ത് പുഞ്ചിരി ഇല്ലാതെയായി. അത് കഴിക്കാൻ പറഞ്ഞ പിതാവിനോട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്താണ് പിതാവേ ഇങ്ങനെ സംഭവിക്കാൻ? പിതാവ് മോനെ പഠിപ്പിക്കുന്നു, ലോകത്തിന് വലിയ പാഠം നൽകുന്നു. ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, ഈ മധുരമുള്ളത് നട്ടു വളർത്തിയ മരത്തിന്റെ പഴമാണ് മോനെ.
എന്നാൽ കൈപ്പേറിയത് അത് പൊട്ടിമുളച്ചതിന്റെ പഴമാണ്. ഇതുപോലെയാണ് മനുഷ്യമക്കൾ. നട്ടു വളർത്തിയതാണെങ്കിൽ ശരിയായ അവകാശ സംരക്ഷണത്തിന്റെ വഴിയിലൂടെ ആ കുഞ്ഞിന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശമാണെങ്കിലും, ഭക്ഷണത്തിനുള്ള അവകാശമാണെങ്കിലും, അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണെങ്കിലും, ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള അവകാശമാണെങ്കിലും, ധാർമ്മിക ബോധത്തിലൂടെ സദാചാര നിഷ്ഠയിലൂടെ വളരാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളും ആ കുഞ്ഞിനുണ്ടെങ്കിൽ, നട്ടു വളർത്തിയതാണെങ്കിൽ മധുര സ്വഭാവമായിരിക്കും മോനെ. എന്നാൽ ഈ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ട് പൊട്ടിമുളച്ചവനായി വളർന്നു വരുന്നവനാണെങ്കിൽ അവൻ കൈപ്പേറിയ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ തന്റെ മോനോട് ഈ നന്മയുടെ വെളിച്ചത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ മുന്നിലും ഈ മാർഗങ്ങളായിരിക്കും. നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ശരിയായ അർത്ഥത്തിൽ അവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ജമാഅത്തുൽ അവ്വൽ 12 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു മഹാനായ ശൈഖ് റിഫായി റഹിമഹുള്ളയെ കുറിച്ച്. അവിടുത്തെ വഫാത്തിന്റെ ആണ്ട് ദിനമാണ്. അവിടുത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാതിരുന്നാൽ കഴിഞ്ഞ ആഴ്ച വിശാലമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ചുരുങ്ങിയ രീതിയിൽ പറയുന്നത്. നമുക്കേറെ പഠിക്കാനുണ്ട്. മഹാനവറുകളെ കുറിച്ച് ആളുകൾ ആക്ഷേപിക്കുമായിരുന്നവർക്ക്, നായയെ രോഗിയായി പ്രയാസപ്പെടുമ്പോൾ പരിരക്ഷിച്ച മഹാനവറുകൾ, നന്മയുടെ വഴി പറഞ്ഞു കൊടുത്ത മഹാനവറുകളെ ചില ആളുകൾ ഇങ്ങനെ വിളിക്കുമത്ര, യാ കൽബ്, നായയോടൊപ്പം നടക്കുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ യബ്നൽ കൽബ് എന്ന് വിളിക്കുമായിരുന്നവർ. അങ്ങനെ വിളിച്ച ആളുകളിലേക്ക് പണക്കിഴി സമ്മാനമായി മഹാനായ ശൈഖ് റിഫായി റഹിമഹുള്ള കൊടുത്തേക്കുമായിരുന്നു എന്ന്. എന്തിനാണ് അങ്ങയെ ഇങ്ങനെ മോശമായ രീതിയിൽ വിളിക്കുകയും ആക്ഷേപിക്കുകയും നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ആളുകളിലേക്ക് എന്തിനാണ് ഈ പണക്കിഴി കൊടുത്തേക്കുന്നത്? നമുക്കേറെ പാഠമാണ്. മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് പറയുമത്രേ, അവരെന്നിലേക്ക് കൊടുത്തയച്ചത് ഒരുപാട് നന്മകളല്ലേ. അവരെന്നെങ്ങനെ വിളിക്കും, എനിക്ക് എന്നിൽ നന്മ വർദ്ധിക്കല്ലേ, എന്നിലുള്ള തിന്മ ഇല്ലാതെയാവുകയല്ലേ. എന്നിലേക്ക് ഒരുപാട് നന്മകൾ കൊടുത്തയച്ച ആ പാവം മനുഷ്യരിലേക്ക് ഞാൻ പണക്കിഴി ഹദിയയായി കൊടുത്തയക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മെ ഒരാൾ ആക്ഷേപിച്ചാൽ നാം 100,000 ആക്ഷേപങ്ങളായിരിക്കും തിരിച്ചങ്ങോട്ടുണ്ടായിരിക്കും. ക്ഷമ നമുക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കുറിച്ച് പഠിച്ച് നമ്മുടെ സ്വഭാവം മിനുക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ശൈഖ് റിഫായി റഹിമഹുള്ളയുടെ ആണ്ട് ദിനത്തിൽ നമ്മോടെല്ലാവരോടും പറയാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ അസുഖങ്ങൾക്കും ശിഫ നൽകണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റുമുള്ള ഖബറാളികൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മക്കളെ കൺകുളിർമയുടെ മക്കളാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിന്റെ പ്രത്യേകമായ തിരുനോട്ടവും നിന്റെ പ്രത്യേകമായ സംരക്ഷണവും കാവലും ബറക്കത്തിന്റെയും റാഹത്തിന്റെയും സലാമത്തിന്റെയും വഴികളും നീ ഒരുക്കി തരണമേ റഹ്മാനെ. മഹാന്മാരെ കുറിച്ച് പഠിക്കാനും പകർത്താനും ജീവിതം നന്മയിൽ ക്രമീകരിക്കുവാനും നീ സൗഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹു ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. സഫുകൾ ഇപ്പോൾ തന്നെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ കയറിയിരുന്ന് സമമായി ക്രമീകരിച്ചിരിക്കണമെന്നും ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അലക്ഷ്യമായി അശ്രദ്ധയിൽ സംസാരത്തിലും മറ്റും മുഴുകി ജുമാ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.